മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉള്ളിലെ മനുഷ്യത്വം എന്താണെന്നും ഇന്നിപ്പോ മല്ലപ്പള്ളിയിലെ ആ ഒരു ദൃശ്യം മാത്രം മതി. കേരളത്തിലെ മാധ്യമങ്ങൾ വ്യക്തിയെ കേന്ദ്രീകരിച്ച് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പല തരത്തിലുള്ള കുടില ശ്രമങ്ങൾ നടത്തുന്നതിനപ്പുറം ആ മനുഷ്യൻ എന്താണെന്ന് ഇന്ന് മല്ലപ്പള്ളിയിലെ ആലിൻ എന്ന ആ 10 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ വീട്ടിലേക്ക് നോക്കിയാൽ മതി. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ആ കുരുന്ന് 5ഓളം ജീവനുകൾക്ക് അവയവം പകുത്തു നൽകി ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയത്. ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് മല്ലപ്പള്ളിയിലെ ആ വീട്ടിലേക്ക് എത്തി. ആലിൻ ഷറിൻ അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നു. 10 മാസം പ്രായമായ കുഞ്ഞ് ആലിൻ തൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിലേക്ക് മാതാപിതാക്കൾ നീങ്ങിയതിലൂടെയാണ് കേരളത്തിന് അടയാളപ്പെട്ട വ്യക്തിത്വമായി മാറുന്നത്. 10 മാസം പ്രായമായ കുഞ്ഞ്, ഏറ്റവും ചെറിയ അവയവദാതാവ് എന്ന അർത്ഥത്തിൽ കേരളം നെഞ്ചോട് ചേർത്ത് പിടിച്ച, സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികൾ നൽകി ആദരവോടെ സംസ്കരിച്ച ആ ആലിൻ ഷറിൻ്റെ വീട്ടിലേക്ക് കേരളത്തിൻ്റെ ക്യാപ്റ്റൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുകയാണ്. കണ്ടില്ലേ, ആ രക്ഷിതാക്കളോട് ഈ നാടിൻ്റെ നന്ദി അറിയിക്കാൻ നേരത്തെ തന്നെ ആ കുഞ്ഞിൻ്റെ ഭൗതികദേഹം സംസ്കരിക്കാൻ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ബഹുമതികളെല്ലാം സർക്കാർ ഏർപ്പെടുത്തിയതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രി ആ കുടുംബത്തെ കാണാൻ നേരിട്ടെത്തിയത്. എന്തായിരിക്കും ആ മനോഭാവത്തിന് കാര്യം? കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവോ മറ്റുള്ളവരോ ആലിൻ എന്ന ആ കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് ഓടിയെത്തിയില്ല. എന്തുകൊണ്ടാണ്? അവിടെ വിവാദ കച്ചവടത്തിന് സ്കോപ്പില്ല. ആ കുട്ടി ചെയ്ത നന്മ പ്രവർത്തനം അവർക്ക് ആവശ്യവുമില്ല. പക്ഷേ ഈ നാടിന് തണലാകുന്നവർ, ഈ നാടിൻ്റെ വേദനകൾക്കൊപ്പം നിലകൊള്ളുന്നവരെ അവരിയ്ക്കുന്നിടത്തേക്ക് പോയി അഭിനന്ദിക്കാനുള്ള മാനസികാവസ്ഥയുണ്ട്. അതാണ് മല്ലപ്പള്ളിയിൽ നിന്ന് കണ്ട കാഴ്ച. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇത് പോസിറ്റീവ് വാർത്തയല്ല. അവിടെ മുഖ്യമന്ത്രി പോയ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർക്ക് പോസിറ്റീവായിട്ടൊന്നും റിപ്പോർട്ട് ചെയ്യാനുണ്ടാകില്ല. കാര്യം എന്താണ്? അത്തരം പ്രവൃത്തികൾ ചെയ്യാൻ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവിനും താല്പര്യമുണ്ടാകില്ല. കാര്യം ഈ അവയവമാറ്റം എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണല്ലോ കേരളത്തിലെ ആശുപത്രികൾ നവീകരിച്ച് അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി തീർത്തത്. അത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപകമാക്കുന്നതോടെ മനുഷ്യരുടെ മനസ്സിലും അത്തരം നന്മ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു കരുത്ത് സൃഷ്ടിച്ചെടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത്തരം ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാകുന്നവരെ അവരുടെ വീട്ടിൽ പോയി തന്നെ കണ്ട് സമാശ്വസിപ്പിക്കേണ്ടത് ഈ സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്വമാണെന്ന് മുഖ്യമന്ത്രി തെളിയിച്ചിരിക്കുകയാണ്. കാര്യം സ്വന്തം വീട്ടിലെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് അന്യന് തണലാകുമെങ്കിൽ ആകട്ടെ എന്ന ആ മനുഷ്യത്വത്തിന്റെ വലിയൊരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ സ്വാഭാവികമായി അവർ ആദരിക്കപ്പെടേണ്ടതാണ്. അതിന് എല്ലാ പ്രിവിലേജും നൽകിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി തന്നെ കഴിയുന്നത്ര വേഗത്തിൽ ഓടിയെത്തുമ്പോൾ ആ മനുഷ്യത്വത്തിന്റെ മാതൃക നമ്മുടെ നാട്ടിൽ ചർച്ചയാകില്ല. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ആരും തയ്യാറാകത്തില്ല. കാര്യം മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്നവന്മാർക്കെല്ലാം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് നെഗറ്റീവ് മാത്രം സൃഷ്ടിച്ചാൽ മതി എന്ന ഉദ്ദേശശുദ്ധി ഉള്ളിലൊരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് ഒരു ദൃശ്യം കൊടുത്തങ്ങ് അവസാനിപ്പിക്കും. അതിനുമപ്പുറത്തേക്ക് ഈ നാടിൻ്റെ പൗരന്മാരായ 5 പേരുടെ ജീവൻ പിടിച്ചു നിർത്താൻ ഒരു കുഞ്ഞിൻ്റെ ജീവൻ ഉതകുന്ന രീതിയിലേക്ക് ഒരു തീരുമാനമെടുത്ത രക്ഷിതാക്കൾ അവരെ ഈ രീതിയിൽ അഭിനന്ദിക്കേണ്ടതുണ്ട് എന്നുള്ള ആ മനോഭാവത്തിൻ്റെ പേരാണ് പിണറായി. അത് കേരളത്തിലെ ഡീഗ്രേഡ് വ്യക്തിത്വങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഞങ്ങളോ ചെയ്യില്ല, ചെയ്യുന്നവരെക്കുറിച്ച് ഒരു നല്ല വാക്ക് പോലും പറയാൻ മാനസികാവസ്ഥ ഇല്ല എന്നുള്ളത് കൂടി നാട് കാണേണ്ടതുണ്ട്. കുറ്റം മാത്രം കണ്ടെത്താനും എന്തിലും ഏതിലും അയാൾ മോശക്കാരനാണെന്ന് മാത്രം ചിത്രീകരിക്കാൻ നടക്കുന്നവരുടെ മുന്നിലേക്ക് ഇത്രയും മഹത്തരമായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ പോലും അതൊന്നും ഒരു സവിശേഷമായ കാര്യമാണെന്ന് ചർച്ചയാക്കാതെ പോകുന്ന ആ മനോനില നാട് തിരിച്ചറിയണം.